നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എന്താണ് ശിവതത്വം? ശിവശക്തി മഹത്വം എന്താണ്? ഒരിക്കൽ നാരദൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് ശിവഭഗവാന്റെ നിഗൂഢതയെക്കുറിച്ച് തനിക്കൊരു ബോധവൽക്കരണം തരണമെന്ന് അഭ്യർത്ഥിച്ചു. വിഷ്ണുവും രുദ്രനും ശിവന്റെ അസാധാരണ ഭാവങ്ങളാണെന്നും പരമാത്മാവിൻ്റെ വെറും അംശങ്ങളാണെന്നും ആണ് പറയപ്പെടുന്നത്. ദയവായി അങ്ങ് വിശദമായി പറഞ്ഞാലും കരുണയുടെയും അനുഗ്രഹത്തിൻ്റെയും ആ ഭഗവാനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. ബ്രഹ്മദേവൻ പറഞ്ഞു. നാരദ, ശിവന്റെ ആത്മീയ കൃപയുടെ സത്യയെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ നിഗൂഢമായ കൃപയുടെ കഥ കേൾക്കുന്നത് തന്നെ നിന്റെ പാപങ്ങൾ കഴുകിക്കളയും. ആരാണോ അത് കേൾക്കുന്നത് അവരുടെ പാപങ്ങൾ നീക്കപ്പെടും, അവൻ്റെ അജ്ഞത പുറന്തള്ളപ്പെടും, അവൻ്റെ ആത്മവഞ്ചന സ്വയം മോചനത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടും. തീർച്ചയായും ശിവതത്വത്തിൻ്റെ സ്വഭാവം വാക്കുകളാലോ ചിഹ്നങ്ങളാലോ ചിത്രീകരിക്കാൻ കഴിയില്ല. കാരണം അത് നാമത്തിനും രൂപത്തിനും അതീതമാണ്. പ്രപഞ്ചാത്മാവുമായുള്ള സംസർഗം തിരിച്ചറിഞ്ഞ യോഗികൾ അവരുടെ ഉള്ളിൽ ആ സത്ത കണ്ടെത്തുകയാണ് പതിവ്. ശിവന്റെ ആത്മാവ് വളരുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിന് ആരംഭമോ അവസാനമോ ഇല്ല. അത് ശാശ്വതമായി നിലനിൽക്കുന്നതും ശാശ്വതമായി ബോധമുള്ളതും ശാശ്വതമായി ആനന്ദദായകവുമാണ്. അത് ഒരു സെക്കൻഡ് പോലും നിലനിൽക്കാത്ത ഒന്നാണ്. എന്നാൽ അത് സെക്കൻഡിനും അതീതമായി നിലനിൽക്കുന്നതാണ്. വംശം, സ്വഭാവം, പ്രവൃത്തി എന്നിവയുടെ ഗുണങ്ങളോ അഗുണങ്ങളോ ഇല്ല. സ്വയം എന്ന തത്വത്തിലൂടെ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കൂ. ബ്രഹ്മദേവൻ തുടർന്നു. ഈ ഗുണരഹിതമായ കേവലത്വം എങ്ങനെ രൂപം സ്വീകരിക്കാൻ തുടങ്ങി എന്നും അതിൻ്റെ പ്രകടനത്തിലൂടെ അത് എങ്ങനെ ഗുണങ്ങൾ നേടിയെന്നും എന്നിട്ടും അതിൽ തന്നെ ഗുണങ്ങളും നന്മകളും നിലനിന്നു എന്നും വിശദീകരിക്കുവാൻ തുടങ്ങി. സ്വന്തം മായ എന്ന സൃഷ്ടിപരമായ തത്വത്താൽ നയിക്കപ്പെട്ട അത് സൃഷ്ടിപരമായ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിന് അനുസൃതമായി സൃഷ്ടി എന്ന സങ്കല്പം സങ്കല്പിക്കുവാൻ തുടങ്ങി. അത് 3 അവശ്യ സ്വഭാവ സവിശേഷതകളായി തരംതിരിക്കപ്പെട്ടു. സത്വം, രജസ്, തമസ്. സത്വം എന്നാൽ ശ്രേഷ്ഠം എന്നാണ്. രജസ് ആസക്തമായത്, തമസ് മന്ദത നിറഞ്ഞ ബുദ്ധി. ആദ്യം അത് പ്രകടമായ പൂർണ്ണതയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള പ്രപഞ്ച വ്യക്തിയുടെ രൂപമാണ് സ്വീകരിച്ചത്. ശുദ്ധമായ അതീന്ദ്രിയ ബോധം ഇപ്പോൾ അന്തർലീനമായ സൃഷ്ടിപരമായ ശക്തിയായി മാറിയിരിക്കുന്നു. സത്വം, രജസ്, തമസ് ഇവ തത്വചിന്തയിലെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ്. ഇവയെ ത്രിഗുണങ്ങൾ എന്നും പറയുന്നു. ഈ 3 ഗുണങ്ങളും പ്രകൃതിയിലും മനുഷ്യൻ്റെ മനസ്സിലും ആഴമായി നിയുക്തമാക്കപ്പെട്ടവയാണ്. അതെന്താണ്? ഇവയുടെ അർത്ഥം എന്താണ്? നമുക്കതൊന്ന് നോക്കാം. സത്വം എന്നാൽ ശുദ്ധതയുടെ ഗുണം എന്നാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ ആകാം: ജ്ഞാനം, ശാന്തി, സമത്വം, ദയ, ആഹ്ലാദം എന്നിവയുടെ ഗുണം. ഇത് മനസ്സിനെ സ്വച്ഛമാക്കുന്നു. ആത്മീയതയുടെയും സ്വച്ഛതയുടെയും ലക്ഷണമാണ് സത്വം. ഒരു സന്യാസിയുടെ ജീവിതം, ഗുരുവിൻ്റെ ഉപദേശങ്ങൾ, സത്യവാദിത്വം എന്നിവയാണ് സത്വം എന്നതിൻ്റെ ഉദാഹരണം. ഫലങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിന് പ്രശാന്തിയും ആത്മബോധവും ഉണ്ടാകും. ജ്ഞാനമാർഗത്തിൽ പുരോഗമനം ഉണ്ടാകും. ആത്മീയ ഉന്നതി നേടാനും സഹായിക്കുന്നു. ഇനി നമുക്ക് രജസ് എന്താണെന്ന് നോക്കാം. ആസക്തിയുടെയും കർമ്മത്തിൻ്റെയും ഗുണമാണ് രജസ്. ആഗ്രഹം, പ്രവർത്തനം, സ്പർദ്ധ, ആഹ്ലാദം, വിഷാദം എന്നിവയാണ് രജസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സജീവതയും ആഗ്രഹവുമാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. ഭൗതിക ലോകത്തിലെത്തിച്ചേരാൻ ഇച്ഛിക്കുന്ന മനസ്സിൻ്റെ ആ ഗുണത്തിനാണ് നാം രജസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ, ബഹുമാനം നേടാൻ ശ്രമിക്കുന്നവർ ഇവരൊക്കെയാണ് രജസിൻ്റെ ഉടമകൾ. ഇവയ്ക്ക് ഫലമെന്തെന്നാൽ കുറേ സന്തോഷം കിട്ടുന്നതായി തോന്നിയാലും അത് കുറച്ച് നിമിഷം മാത്രമേ നീളുകയുള്ളൂ. സന്തോഷം ഇനിയും വേണമെന്ന ആഗ്രഹം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് 1 കിട്ടിയാൽ പോരാ, 10 ആകണം, 10ൽ നിന്ന് 100 ആകണം എന്ന രീതിയിലുള്ള ചിന്താഗതി. തമസ് എന്താണെന്ന് നോക്കാം. അജ്ഞതയുടെയും മന്ദബുദ്ധിയുടെയും ഗുണമാണ് തമസ്. മൃദുത്വം, അജ്ഞത, ആലസ്യം, ഭയം, അസത്യപൂർണത എന്നിവയാണ് തമസിൻ്റെ അർത്ഥം.
അപ്രസക്തതയും നിർബന്ധിതത്വവും നിറഞ്ഞ മനസ്സിൻ്റെ ഗുണമാണിത്. ലക്ഷ്യരഹിതമായി കഴിയുന്നവർ, അധികമായി ഉറങ്ങുന്നവർ, പ്രേരണ ഇല്ലാത്തവർ, ഇവരെല്ലാം തന്നെ തമസ്സിന് ഉദാഹരണങ്ങളാണ്. തമസ്സിൻ്റെ ഫലങ്ങളോ മനസ്സിൽ ഉന്മാദം നിറയ്ക്കുക, ഉറ്റബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ജീവിതത്തിൽ ലക്ഷ്യത്തിൻ്റെ അഭാവം, ജ്ഞാനരഹിതത്വം, ധാർമ്മിക താളം നഷ്ടപ്പെടൽ. ഇങ്ങനെ പോകുന്നു തമസ്സിൻ്റെ ഫലങ്ങൾ. ത്രിഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദങ്ങൾ ഈ 3 ഗുണങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നീ ഈ ഗുണങ്ങളെ അതിക്രമിച്ചവനാകണം അർജുന എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് ശിവതത്വത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് ഈ ത്രിഗുണങ്ങളെക്കുറിച്ച്. ത്രിഗുണങ്ങളിൽ നിന്നാണ് ശിവതത്വം ഉരുത്തിരിയുന്നതും. പക്ഷേ അത് നമ്മുടെ ഗോകുലമാല കേൾക്കുന്നവർക്ക് എന്താണ് ഈ ത്രിഗുണങ്ങൾ, അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നെല്ലാം ഒന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, ഇല്ലേ? ഓരോ പുതിയ വാക്കുകൾ കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാൻ ഒരാഗ്രഹം. അതിനായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ അർത്ഥങ്ങളും ഇതിൻ്റെ ഫലങ്ങളും, എങ്ങനെയാണ് ഈ ഗുണങ്ങളെ നമുക്ക് അതിക്രമിക്കുവാൻ പറ്റുന്നത്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് നീ ഈ ഗുണങ്ങളെ അതിക്രമിച്ചവനാകണം എന്നാണ്. അതുപോലെ നമുക്കും ഈ ഗുണങ്ങളെ അതിക്രമിച്ചവൻ ആകാം എന്നാണ് നാം ഓരോരുത്തരും കരുതേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഗോകുലമാല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന കാര്യമാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് കേട്ടോ. അത് മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ 3 ഗുണങ്ങളെ എങ്ങനെ, അതായത് സത്വം, രജസ്, തമസ്, ഇവ എങ്ങനെ ഉയർത്താമെന്ന് നോക്കാം. സത്വം ഉയർത്താൻ നാം ചെയ്യേണ്ടത് സത്സംഗം, ധ്യാനം, ജപം, വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം എന്നിവയാണ്. രജസ് നിയന്ത്രിക്കുന്നതോ മോഹങ്ങളും ആഗ്രഹങ്ങളും നിയന്ത്രിക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണം. സന്യാസത്തിലേക്ക് കടക്കണം. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഞെട്ടിക്കാണൂല്ലേ, പെട്ടെന്ന് സന്യാസത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന്. അങ്ങനെയല്ല, മോഹങ്ങളും ആഗ്രഹങ്ങളും നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നാം സന്യാസത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോയാൽ മതിയെന്നേ. പക്ഷെ അതുവരെ നമുക്ക് ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിയന്ത്രിച്ചൂടെ? തമസ് ഇല്ലാതാക്കൽ എങ്ങനെയാകാം? പവിത്രമായ ഭക്ഷണം, അതായത് നല്ല ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം, ഉത്സാഹമുണ്ടാക്കിയെടുക്കുക, ഉണർന്ന മനസ്സുള്ള ജീവിത രീതി ആയിരിക്കണം. എപ്പോഴും നല്ല ചടുചടുന്ന് നിൽക്കുന്ന തരത്തിലുള്ള മനസ്സായിരിക്കണം. ഏത് സങ്കടങ്ങൾ വന്നാലും അതൊന്നും നിങ്ങളെ ബാധിക്കരുത്. ആദ്യത്തെ 2 ഗുണങ്ങൾ സ്വായത്തമാക്കിയവർക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് നിയന്ത്രണം രജസ്സിനാണ് വേണ്ടത്, സത്വം ഉയർത്തുകയാണ് വേണ്ടത്. ഇവ രണ്ടും നേടിക്കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ഗുണമായ തമസില്ലാതാക്കൽ വളരെ വേഗം സാധിക്കും. നമ്മുടെ മനസ്സിനെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രിച്ചെടുക്കുവാൻ പറ്റും. അപ്പോൾ ഈ ത്രിഗുണങ്ങൾ നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലുമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ഓരോന്നും നിയന്ത്രിക്കാനും ഉയർത്തുവാനും സാധിക്കുകയുള്ളൂ. ശക്തിയുടെ സൃഷ്ടിപരമായ ശക്തിയെ അത് സ്വയം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അത് അതിൻ്റെ സ്വന്തം നിഴൽ പോലെ എന്നേക്കുമായി പിന്തുടരുന്നു. ഇത് മാറ്റമില്ലാത്ത ആത്യന്തിക യാഥാർത്ഥ്യത്തിന് വിപരീതമായി പ്രകൃതി എന്നും അറിയപ്പെടുന്നു. പ്രകൃതിക്ക് വേറൊരു പേരുണ്ട്, അതറിയാമോ? മായ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മാറുന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രകൃതി. ശക്തി അല്ലെങ്കിൽ പ്രകൃതിയെ എല്ലാ ബുദ്ധിയുടെയും മാതാവായാണ് അറിയപ്പെടുന്നത്. തീർച്ചയായും ഈ ശക്തി എല്ലാ സൃഷ്ടികളുടെയും ഉറവിടം മാത്രമല്ല, ത്രിമൂർത്തികളുടെയും മാതാവാണ്. ആദിമ ദേവതയായ ശക്തി അഥവാ മഹേശ്വരിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ബ്രഹ്മദേവൻ നാരദനോട് ഇങ്ങനെ പറയുന്നു. ദേവിയുടെ കൈകൾ ശംഖ്, ചക്രം, ഗദ, വില്ല്, അമ്പ് എന്നിവയാലാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ദേവിയുടെ ആ 8 കൈകളും ഒരു ആംഗ്യത്തെ സ്വീകരിക്കുന്നു. അത് ഭക്തന് പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകുന്നു.
കൂടാതെ ഒരു ഉജ്ജ്വലമായ സ്നേഹോഷ്മളമായ തേജസ് പുറപ്പെടുവിക്കുന്നു. പൂർണ്ണമായി വിരിഞ്ഞ താമര പോലെ മനോഹരമായ ആ നേത്രങ്ങൾ ഇരട്ട നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നു. ദേവിയുടെ മുഴുവൻ സത്യയും 9 തരം വിലയേറിയ കല്ലുകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 1000 സൂര്യന്മാരെ പോലെ തിളക്കത്തോടെ വിളങ്ങി നിൽക്കുന്നു ആ മഹാദേവി, സൃഷ്ടിയുടെ ആ ഏക ഉറവിടം. ദേവി സ്വന്തം സത്യയിൽ അവിവാഹിതയായി തുടർന്നപ്പോഴും ദേവിയുടെ കർത്താവായ ശിവൻ തൻ്റെ പതുങ്ങിയ മുടിയിൽ ചന്ദ്രക്കലയുള്ള 3 കണ്ണുകളുള്ള 5 മുഖങ്ങളുള്ള 10 കൈകളുള്ള ഗംഗാദേവിയെ ജടയിൽ ധരിച്ചിരിക്കുന്ന ത്രിശൂലം കയ്യിലേന്തിയ കർപ്പൂരം പോലെ ശുദ്ധമായ വെളുത്ത നിറത്തിൽ തിളങ്ങുന്ന ആ മഹാദേവനും ആ ദേവി ശക്തിയും എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇത് ഒരു മഹത്തരമായ തത്വമാണ്, അതായത് ശിവശക്തി എന്ന ഒരു തത്വചിന്തനം. എന്താണ് ശിവശക്തി? അദ്വൈതത്തിൻ്റെ സ്നേഹസ്വരൂപമാണത്. സൃഷ്ടിയുടെ അതിമനോഹരമായ ഉറവിടം, സ്വയം പ്രഭയായ സ്വന്തം സത്തയിൽ പൂർണ്ണമായ ആ മഹാശക്തി. ദേവി ബന്ധനങ്ങൾക്കും അപ്പുറം നിലകൊള്ളുന്നവളാണ്. ദേവിയെ ആരും തന്നെ വിവാഹം കഴിച്ചിട്ടില്ല. ആയിരുന്നാലും ദേവി അർദ്ധനാരീശ്വരയായി. ദേവിയുടെ ഉള്ളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ശിവഭഗവാൻ, സ്വയം സമാധിയായി നിൽക്കുന്ന ആ ഭഗവാൻ തൻ്റെ ജടയിൽ ചന്ദ്രകലയെയും ഗംഗയെയും ധരിച്ചിരിക്കുന്നു. പഞ്ചവക്ത്രനായ മഹാദേവൻ തൻ്റെ ശുദ്ധതയുടെ പ്രതീകമായ കർപ്പൂരവർണ്ണത്തിൽ തിളങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലോ ത്രിശൂലം, പാപത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനത്തിൻ്റെ വാളാണത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളോ കാലത്തെ അതിജീവിക്കുന്ന ദർശനമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം സൃഷ്ടിയുടെ ആദ്യ ശബ്ദമായ പ്രണവമാണ്. ശക്തിയും ശിവനും പിരിയുകയില്ല. അവരെ ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. ദേവി പ്രപഞ്ചത്തിൻ്റെ ചലനമാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ശൂന്യതയാണ്. അവർ ഒന്നായിട്ട് മാത്രമേ ഈ ലോകം നിലകൊള്ളുകയുള്ളൂ. അത് തന്നെയാണ് ശിവശക്തി തത്വം. ശിവപുരാണത്തിൽ പറയുന്നത്, ഒരു ഘട്ടത്തിൽ മഹാദേവനും മഹാശക്തിയും ചിന്തിക്കുകയുണ്ടായി. അതിശക്തനും മഹത്വമുള്ളതും പണ്ഡിതനുമായ ഒരു ശക്തിയെ ഈ ലോകത്തിനു വേണ്ടി സൃഷ്ടിക്കുക. അവരുടെ അത്തരമൊരു അവകാശി സൃഷ്ടിയുടെ ചക്രം, സംരക്ഷണം, വംശനാശം എന്നിവ പരിപാലിക്കുകയും അവരുടെ ലൗകികമായ ആശങ്കകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ 4 ബലമുള്ള കൈകളും നെഞ്ചിൽ കൗസ്തുഭം ധരിച്ചിരിക്കുന്നതും ആനന്ദദായകമായതും ഉണർവ് നിറഞ്ഞതുമായ ഒരു സൃഷ്ടിക്കപ്പെട്ടു. ഭൗതിക നിലനിൽപ്പ്, മോക്ഷം, പരമമായ തേജസ് എന്നിവ നൽകുന്ന തൻ്റെ ശക്തി സഹചാരിയിലൂടെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്ന, തൻ്റെ ഭക്തരുടെ ആപത്തുകളെ നീക്കം ചെയ്യുന്ന, തൻ്റെ യോഗി ആരാധകരുടെ ഹൃദയകമലത്തിൽ എപ്പോഴും വസിക്കുന്ന ആ ഭഗവാൻ ശിവനെ ഞാൻ വന്ദിക്കുന്നു എന്ന് ആ സൃഷ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. നീ നിന്റെ പരമാത്മാവിനാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ നീ വിഷ്ണു എന്ന് അറിയപ്പെടും. അതായത് വിശ്വം വാപ്നോതി ഇത് വിഷ്ണു. പൂർണ്ണമായി വിരിഞ്ഞ താമരകളോട് സാമ്യമുള്ള കണ്ണുകളുള്ളതിനാൽ നിന്നെ കമലാക്ഷൻ എന്നും വിളിക്കപ്പെടും. നീ അസുരശക്തികളെ നശിപ്പിക്കുന്നതിനാൽ നിനക്ക് ദൈത്യാരി എന്ന നാമമുണ്ടായിരിക്കും. നിന്റെ വസ്ത്രങ്ങൾ കഞ്ചനാംബരം എന്ന പദവി ഉണ്ടായിരിക്കും. മാത്രമല്ല ഒരിക്കലും നശിക്കാത്തതിനാൽ അച്യുത എന്നും വാഴ്ത്തപ്പെടും. മനോഹരമായ മുടി നിനക്ക് കേശി എന്ന വിളിപ്പേര് നൽകപ്പെടും. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തെ ആകർഷിക്കുന്നതിനാൽ നീ ഹരി എന്നും അറിയപ്പെടും. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നീ പുരുഷോത്തമനാണ്. സമ്പത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മി നിനക്ക് തുണയായി നിലനിൽക്കും. നിന്റെ അവതാരത്തിൽ നീ ശ്രീധരനാണ്. നീ കൃഷ്ണനാണ്. 4 കൈകളുള്ളതിനാൽ നീ ചതുർബാഹുവാണ്. പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന നീ വിശ്വംഭരനാണ്. ഇപ്പോൾ നീ നിന്റെ ഈ ന്യായമായ എല്ലാ സ്ഥാനപ്പേരുകളും ഒരുപോലെ പരിപാലിക്കുന്നു. പിന്നെ തൻ്റെ ഉള്ളിലെ വേദനിധികളെ ശ്വസിച്ച് വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് അവയെ നിറച്ചുകൊണ്ട് ഭഗവാൻ ശിവൻ തൻ്റെ പത്നിയുമായി അപ്രത്യക്ഷനായി. ഭഗവാൻ ശിവനോട് നന്ദി പറഞ്ഞ വിഷ്ണു വർഷങ്ങളോളം ശിവഭഗവാനായി തപസ് സമർപ്പിച്ചു. കഠിനമായ തപസ്സുകളിൽ തളർന്ന വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് ജലപ്രവാഹമുണ്ടായി. ആ വെള്ളത്തിൽ അദ്ദേഹം ബ്രഹ്മമെന്ന ഒരു ആലിലയിൽ യുഗങ്ങളോളം വിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം
നാരായണൻ എന്ന് അറിയപ്പെട്ടു. ശിവന്റെ നിർദ്ദേശപ്രകാരം വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര മുളച്ചു. ആ താമരയുടെ തണ്ടുകൾക്ക് തുടക്കമോ അവസാനമോ അറിയില്ലായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു ആകാശ ശബ്ദം ഇങ്ങനെ കേട്ടു: നിന്റെ യോഗമയത്വത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉദിക്കും. ആ വാക്കുകളുടെ അർത്ഥം വിഷ്ണു മനസ്സിലാക്കിയപ്പോൾ ആ ആദിമ അഭൗതിക ശബ്ദത്തിൽ നിന്നാണ് 4 വേദങ്ങളും 24 തത്വങ്ങളും ഉണ്ടായത്. പ്രകൃതിയിൽ നിന്ന് മഹത് ഉയർന്നു വന്നു. മഹത് എന്നതിൽ നിന്ന് അഹങ്കാരം, അഹംബോധം ഉണർന്നു വന്നു. അത് 5 തന്മാത്രകൾ, പ്രകടമല്ലാത്ത 5 ഘടകങ്ങൾ ഉണർത്തുകയുണ്ടായി. അത് അവയുടെ വ്യക്തമായ 5 ഘടകങ്ങൾക്ക് ഭൂമി, ജലം, വെളിച്ചം, വായു, സ്ഥലം എന്നിവയായിട്ട് ജന്മമാർന്നു. മൂലകങ്ങളിൽ നിന്ന് 5 വൈജ്ഞാനിക ഇന്ദ്രിയങ്ങളും സത്വഗുണങ്ങളായ രജസ്സും തമസും വന്നു. ഈ പരിണാമ പ്രക്രിയയെ നോക്കി വിഷ്ണു അത്ഭുത സ്തംഭനായി. അദ്ദേഹം ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ മധുരഗന്ധമുള്ള താമരനാഭിയിൽ നിന്ന് 5 മുഖങ്ങളുള്ള ബ്രഹ്മാവ് ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം തമസിൻ്റെ സ്വഭാവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ചുവന്ന താമരപ്പൂവിൻ്റെ നിറമുള്ളതായിരുന്നു. അപ്പോൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി: എൻ്റെ മാതാപിതാക്കൾ ആരാണ്? എൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ബ്രഹ്മാവ് നിരാശനായി. അപ്പോൾ ശിവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സമാധാനവും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്തുന്നതിനായി അതീന്ദ്രിയ പ്രതീകാത്മക മന്ത്രമായ ഓം ജപിക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ വിഷ്ണു ബ്രഹ്മാവിന് മുന്നിൽ സ്വയം അവതരിച്ചു. ഓം എന്നത് അതീന്ദ്രിയ മൂലമന്ത്രമാണ്. ഓം എന്നത് സൃഷ്ടിയുടെ ആധാരമായ ശബ്ദമാണ്. ബ്രഹ്മാവിന് ആ സ്വരൂപം ധ്യാനിക്കുമ്പോൾ മാത്രമാണ് വിഷ്ണുവിനെ ദർശിക്കാൻ കഴിഞ്ഞത്. ഇത് കാണിക്കുന്നത് ജ്ഞാനവും ദർശനവും ലഭിക്കാൻ മനസ്സമാധാനവും ധ്യാനവും അനിവാര്യമാണ് എന്നാണ്. തമസ് അജ്ഞതയുടെ തിരശ്ശീലയാണ്. ബ്രഹ്മാവ് എന്താണ് യാഥാർത്ഥ്യമെന്നറിയാതെ തമോ ഗുണത്തിൽ മൂടപ്പെട്ടു പോയിരുന്നു. തുടർന്ന് ശ്രദ്ധയും ഭക്തിയും കൊണ്ട് ദിവ്യബോധത്തിലേക്ക് കടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമുണ്ട്. നാം ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ദൈവികത കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഓം ജപം ആത്മാന്വേഷണത്തിൻ്റെയും ദൈവിക സാക്ഷാത്കാരത്തിൻ്റെയും കാതലായ ഒരു നാമമാണ്. അതായത് ശിവഭഗവാന്റെ തത്വം, ശിവഭഗവാന്റെ ശബ്ദം. ഇതാണ് ശിവതത്വം. പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ചെറുതായിട്ട് തോന്നും. എന്നാൽ ആധികാരികമായി കാണുമ്പോൾ അത് പരമശാന്തിയുടെ പുത്തൻ മുഖമാണ്. നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തിൻ്റെ അറകൾ തുറക്കുമ്പോൾ ശിവഭഗവാൻ ദർശനമായി വരും. ആ മഹാദേവനെ ഹരഹര മഹാദേവ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശൂന്യതയിലേക്ക് ആ ഭഗവാൻ ഒരു ആത്മതത്വമായി വന്നു നിറയുന്നതായിരിക്കും. സർവവ്യാപിയായ ശിവൻ. കാരണം ശിവൻ എന്നത് ഒരു രൂപമല്ല, ഒരു തത്വമാണ്. ഓം നമഃ ശിവായ.